പൊതുവിൽ UDF അനുകൂല ജില്ലയെന്നാണ് പത്തനംതിട്ട അറിയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5-ൽ 3 സീറ്റുകളും LDF പക്ഷത്താണ് വിലയുറപ്പിച്ചത്. LDFനും UDFനുമൊപ്പം NDAയും മത്സരരംഗത്ത് സജീവമായതോടെ ആറന്മുളയിലും തിരുവല്ലയിലുമടക്കം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും പോരാട്ടം പ്രവചനാതീതമായി കഴിഞ്ഞു. പതിവ് പോലെ അവസാന ലാപ്പിലെ അടിയൊഴുക്കുകളാകും പത്തനംതിട്ടയിൽ ഇക്കുറിയും നിർണായകമാവുക. ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ആറന്മുള മണ്ഡലത്തിലെ. സംസ്ഥാനത്ത് UDFന് ഏറ്റവുമധികം പ്രതീക്ഷയുള്ള ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും കണക്കുകളിലെ ആധിപത്യവും UDFനാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് UDF പാളയത്തിൽ രൂപപ്പെടാറുള്ള തർക്കങ്ങളാണ് പലപ്പോഴും ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഘടകമായി മാറിയിട്ടുള്ളതെന്നാണ് ചരിത്രം. ഇത്തവണ പക്ഷേ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഇരുമുന്നണികളും ഒരേപോലെ വിവാദത്തിൽപ്പെട്ടു. ഇടതുമുന്നണിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ വിവാദങ്ങളും പ്രതിഷേധങ്ങളും പതിവിന് വിപരീതമായി തെരുവിലേക്ക് നീളുകയും ചെയ്തു. ഒടുവിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെയാണ് ഇടതുമുന്നണിയിൽ വിവാദങ്ങൾ താൽക്കാലികമായി കെട്ടടങ്ങിയത്. അതിനുശേഷം പ്രചരണ രംഗത്ത് ഏറെ മുന്നേറ്റം നടത്താൻ LDFന് കഴിയുകയും ചെയ്തു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷവും പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനായില്ലെങ്കിലും ജില്ലയിലെ UDF ഒരു മണ്ഡലത്തിലും വിമത ഭീഷണി നേരിടുന്നില്ല. പ്രചരണ രംഗത്ത് NDAയുടെ ശക്തമായ സാന്നിധ്യമാണ് മറ്റൊരു ശ്രദ്ധേയ ഘടകം. പത്തനംതിട്ട ജില്ലയുടെ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ പറയുകയാണെങ്കിൽ അത് മലനാടും, അതായത് സഹ്യ പർവ്വതം അതുപോലെ തന്നെ അപ്പർ കുട്ടനാട് ഉൾപ്പെട്ട ഒരു മേഖലയാണ്. ഇതിൻ്റെ പൊതു രാഷ്ട്രീയ സംസ്കാരം പലപ്പോഴും UDFന് അനുകൂലമായിട്ട് ഉള്ളൊരു സംസ്കാരമാണ്. അത് കാലങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. പൊതുവേ അങ്ങനെയാണെങ്കിലും രാഷ്ട്രീയ ഇടത് വലത് പാർട്ടികൾ പല മണ്ഡലങ്ങളും മാറി ഭരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാകും. UDFൽ ഉണ്ടായിട്ടുള്ള ചില തൊഴുത്തിൽ കുത്ത്, അതുപോലെ തന്നെ പടലപ്പിളക്കം, നമ്മൾ കൊമ്പ് കോർക്കുക എന്നൊക്കെ പറയുന്ന പദങ്ങൾ അതിനകത്ത് പ്രയോഗിക്കേണ്ടി വരും. കാരണം ഇതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും ഇടത് പാർട്ടികളുടെ വിജയത്തിന് വഴിയൊരുക്കിയിട്ടുള്ളതെന്നാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണം നമുക്ക് വ്യക്തമാക്കാം. ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം മുതലാണ് BJPയും സംഘപരിവാര സംഘടനകളും ആറന്മുളയെ തങ്ങളുടെ രാഷ്ട്രീയ പരീക്ഷണശാലയാക്കി മാറ്റിയത്. ആറന്മുള കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ BJPയുടെ വോട്ട് വിഹിതം കുത്തനെ കൂട്ടുകയും ചെയ്തു. പക്ഷെ പരമ്പരാഗതമായി UDF അനുകൂല മനസ്സ് പുലർത്തുന്ന മണ്ഡലമാണ് ആറന്മുള. സമുദായ സമവാക്യങ്ങൾ നിർണായകമായ മണ്ഡലത്തിൽ വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വവും BJPയുടെ സജീവ സാന്നിധ്യവും തന്നെയാകും ഇക്കുറിയും നിർണായകമാവുക. ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങിയതോടെ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ ആറന്മുളയിൽ. മണ്ഡലം നിലനിർത്താൻ സിറ്റിംഗ് MLA K. ശിവദാസൻ നായരെ തന്നെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി അപ്രതീക്ഷിതമായി വീണ ജോർജ് എത്തിയതും BJPയുടെ സജീവ സാന്നിധ്യവുമാണ് മണ്ഡലത്തെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. ആറന്മുള പിടിക്കാൻ BJP നിയോഗിച്ചിരിക്കുന്നത് MD രമേശിനെയാണ്. 3 മുന്നണികളും പ്രചരണ രംഗത്ത് സജീവമായതോടെ ആറന്മുളയിലേത് പ്രവചനാതീത പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ ഒരു എം ബ്ലോക്ക് സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ, അതിന് ഈ മുമ്പുള്ള ഒരു കഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 1996 പ്രൊഫസർ ഡി കെ ജോൺ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. പ്രൊഫസർ ഡി കെ ജോൺ ഇപ്പോൾ ആറന്മുള നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായ പത്തനംതിട്ടയിൽ അന്ന് 1996 KK നായർക്കെതിരെ മത്സരിച്ചു. KK നായർക്കെതിരെ മത്സരിച്ചപ്പോൾ സംഭവിച്ചത് അദ്ദേഹത്തിന് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ലഭിച്ചത് 6000-7000 ഇടയിലുള്ള വോട്ടാണ്. അന്ന് ഡി കെ ജോൺ KK നായരോട് ഏതാണ്ട് 5337 വോട്ടിന് പരാജയപ്പെട്ടു. അങ്ങനെ ഒരു കാര്യമുണ്ട്. അന്നേരം ഈ ഓർത്തഡോക്സ് സഭയുടെ ഫുൾ സപ്പോർട്ട് വീണ ജോർജിന് കിട്ടുമോ എന്നുള്ളതാണ്. കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇടതുപക്ഷത്തിനൊരു മുന്നേറ്റത്തിന് ഒരു വഴി തെളിച്ചേക്കാം. വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രാദേശിക CPMനുള്ളിൽ കടുത്ത പ്രതിഷേധമാണ് ആദ്യഘട്ടത്തിൽ ക്ഷണിച്ചു വരുത്തിയത്. സഭാ സ്ഥാനാർത്ഥി എന്ന വിമർശവും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട പ്രതിഷേധം തണുപ്പിച്ചതോടെ പ്രചരണ രംഗത്ത് വൻ മുന്നേറ്റം നടത്താൻ ഇടതിനായി. UDFന്റെ ന്യൂനപക്ഷ വോട്ട് വാങ്ങിൽ വീണയുടെ സ്ഥാനാർത്ഥിത്വം വിള്ളൽ വീഴ്ത്തുമെന്ന പ്രതീക്ഷയും LDFനുണ്ട്. ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന മണ്ഡലം നേരിടുന്ന വികസന പിന്നോക്കാവസ്ഥയാണ് LDFന്റെ പ്രധാന പ്രചരണായുധം. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വികസന മുരടിപ്പ് പ്രധാന പ്രശ്നമാണ്. എല്ലാ 12 പഞ്ചായത്തുകളിലും പത്തനംതിട്ട നഗരസഭയിലും
കുടിവെള്ള പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ വേനൽക്കാലത്ത് മാത്രമാണ് ഈ കുടിവെള്ള പ്രശ്നം എന്ന് നമ്മൾ വിചാരിക്കരുത്. മഴക്കാലത്ത് പോലും 500 രൂപയ്ക്ക് 2 ദിവസത്തേക്ക് വെള്ളം വാങ്ങിക്കുന്ന ആളുകളുള്ള നാടാണിത്. പത്തനംതിട്ട നഗരസഭയിലുണ്ട്. ഒരു ജില്ലാ ആസ്ഥാനം എന്നുള്ള രീതിയിൽ പത്തനംതിട്ടയോട് കാട്ടുന്ന അവഗണന ഇനി തുടരണം എന്ന് പത്തനംതിട്ടക്കാരുൾപ്പെടെയുള്ള ആറന്മുള മണ്ഡലത്തിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്നില്ല. നായർ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ സമുദായ സമവാക്യങ്ങൾ പ്രതികൂലമാവില്ലെന്ന കണക്കുകൂട്ടലിലാണ് സിറ്റിംഗ് MLA കെ ശിവദാസൻ നായർ. BJP സ്ഥാനാർത്ഥിക്ക് മുന്നോക്ക വോട്ടുകൾ ആകർഷിക്കാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസവും UDF ക്യാമ്പിനുണ്ട്. നായർ വോട്ടുകൾ എൻ ബ്ലോക്കായി വീഴുമെന്നതും ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ കാര്യമായ വിള്ളൽ വീഴാനിടയില്ലെന്ന വിലയിരുത്തലും ശിവദാസൻ നായർക്ക് മേൽക്കൈ നൽകുന്നുവെന്നാണ് UDF ക്യാമ്പിന്റെ പൊതുവിലയിരുത്തൽ. UDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അനുകൂലമാകുമെന്നും LDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രീണനതന്ത്രത്തിനെതിരാവും ജനവിധിയെന്നും ശിവദാസൻ നായർ പറയുന്നു. ന്യൂനപക്ഷ വോട്ട് എതിരാകും, അങ്ങനെ പ്രചാരണങ്ങൾ വല്ല കഴിവുണ്ട്? ന്യൂനപക്ഷ വോട്ടെന്നും ഭൂരിപക്ഷ വോട്ടെന്നും പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ഇവിടെ ജനങ്ങളാണ്, ഐക്യജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ, അവരുടെ പിന്തുണ എനിക്കുണ്ട്. മണ്ഡലത്തിലെ ഭൂരിപക്ഷ വോട്ടുകളെ ഏകീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP. ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം നൽകിയ രാഷ്ട്രീയ ഊർജ്ജം തന്നെയാണ് BJPയുടെ കരുത്ത്. ദേശീയ സംസ്ഥാന നേതാക്കളടക്കം അണിനിരത്തി പ്രചരണ രംഗത്ത് വീഴ്ചയുണ്ടാകാതിരിക്കാൻ NDA പരമാവധി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. MD രമേശിന് നായർ വോട്ടുകൾ വലിയ തോതിൽ അനുകൂലമാക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് പ്രതിരോധത്തിലൂന്നിയ പ്രചാരണത്തിലേക്ക് വലിഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നത് തടയാനുള്ള തന്ത്രം ആവിഷ്കരിക്കുന്നതിലേക്കാണ് BJPയെ എത്തിച്ചിരിക്കുന്നത്. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ വോട്ട് വിഹിതമുള്ള BJP മികച്ച പോരാട്ടം തന്നെ പുറത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ BJPക്ക് താരതമ്യേന സ്വാധീനം കുറഞ്ഞിരുന്ന മേഖലകളിൽ ഈ പ്രാവശ്യം BDJSന്റെ സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലുടനീളം ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള നിലക്ക് BJP പ്രവർത്തകന്മാരും BDJSന്റെ പ്രവർത്തകന്മാരും ഒരുമിച്ചാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതും വലിയ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതുകൊണ്ട് 2 ഘട്ടം പ്രചരണം പൂർത്തിയാകുമ്പോൾ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസമുണ്ട്. ആറന്മുളയിൽ താമര വിരിയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. രണ്ടു പതിറ്റാണ്ടായി UDFന്റെ കുത്തക മണ്ഡലമാണ് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പ്രതിനിധീകരിക്കുന്ന കോന്നി. KPCC പ്രസിഡന്റ് VM സുധീരൻ കടുത്ത നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലായ അടൂർ പ്രകാശ് മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി 5ാം തവണയും കോന്നിയിൽ സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് മണ്ഡലം രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. KPCC പ്രസിഡന്റ് VM സുധീരൻ തന്നെ പിന്നീട് കോന്നിയിൽ പ്രചാരണത്തിനെത്തുന്നതും കേരളം കണ്ടു. നാട്ടുകാരനല്ലാത്ത DYFI നേതാവ് R സനൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ CPMന്റെ പ്രാദേശിക നേതൃത്വത്തിലും വലിയ പ്രതിഷേധങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അടൂർ പ്രകാശിനെതിരെ ആരോപണങ്ങളുടെ നീണ്ട നിര തന്നെ വീണുകിട്ടിയതോടുകൂടി പതിവില്ലാത്ത ആവേശത്തിലാണ് LDF ക്യാമ്പ്. എന്നാൽ പഴുതുകളെല്ലാം അടച്ച് പ്രചരണത്തിൽ മുന്നേറാനാണ് UDF ക്യാമ്പും പരിശ്രമിക്കുന്നത്. 2 പതിറ്റാണ്ടായി അടൂർ പ്രകാശിലൂടെ UDF കൈവശം വെച്ചിരിക്കുന്ന കോന്നിയിൽ ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നില്ല. എന്നാൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വം KPCC പ്രസിഡന്റിന്റെ എതിർപ്പിനെ തുടർന്ന് പ്രതിസന്ധിയിലായതോടെയാണ് മികച്ച പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാൻ LDFനായത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ലെന്ന തിരിച്ചറിവുള്ളതിനാൽ പ്രചരണ രംഗത്ത് പതിവിൽ കവിഞ്ഞ ശ്രദ്ധ പുലർത്താൻ UDF പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഈ മൂന്നിടത്തേയും നോക്കാൻ ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ്. നമ്മൾ ഈ പറയുന്ന കോന്നിയിലും നോക്കുമ്പോഴേ മുൻ കാലങ്ങളില്ലാത്തവണ്ണം ടൈറ്റ് ആയിട്ടൊരു മത്സരം. വികസനത്തിന്റെ കാര്യങ്ങൾ അടൂർ പ്രകാശ് ഒരുപാട് ചെയ്യും. പ്രതിപക്ഷം ആരോപിക്കുന്ന കേരളത്തിൽ മുഴുവനായി നടപ്പാക്കേണ്ട വികസനം അദ്ദേഹം കോന്നിയിലേക്ക് കൊണ്ടുവരും. കോന്നിയിലെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് വികസനമാണ്, ആരോപണങ്ങൾക്ക് വലിയ കാര്യമില്ല. പക്ഷെ ആരോപണങ്ങൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ആവനാഴിയിലെ അമ്പുകളാണ്. അവരത് ശരിക്കും തൊടുക്കുന്നുണ്ട്. അത് തൊടുത്തു കഴിഞ്ഞാൽ ചില മേഖലയിൽ അത് കുറിക്കൊള്ളുന്നുണ്ട്. അപ്പം ഇവിടെ ടൈറ്റ് ആയിട്ടുള്ളൊരു മത്സരം കോന്നിയിൽ നടക്കുന്നുണ്ട്. മണ്ഡലത്തിൽ നിർണായകമായ ഈഴവ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണയും UDF പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. മന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനങ്ങളിൽ അടൂർ പ്രകാശിനുള്ള ആധിപത്യവും വ്യക്തിബന്ധങ്ങളും ജയം ഇത്തവണയും എളുപ്പമാക്കുമെന്ന പ്രതീക്ഷയിലാണ് അടൂർ പ്രകാശ്. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു ആളാണ് ഞാൻ. എൻ്റെ മനസാക്ഷി പറയുന്നു അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കോന്നിയിലെ ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്. അത് ഇന്നും ഇന്നലെയും എന്നെ കാണാൻ തുടങ്ങിയ ആളുകളല്ല. കോന്നിയിലെ ജനങ്ങൾ
20 വർഷക്കാലമായി എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം എനിക്ക് ഏതൊക്കെ അവസരത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായ അവസരങ്ങളിലൊക്കെ എനിക്ക് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങും തന്നിട്ടുള്ളത് ഈ കോന്നിയിലെ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. അവരെന്നിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതേസമയം അടൂർ പ്രകാശിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ പ്രചരണ രംഗത്ത് പരമാവധി ഉയർത്തിക്കാട്ടി വീറുട്ട പോരാട്ടത്തിന് അരങ്ങൊരുക്കാനാണ് LDFന്റെ നീക്കം. പ്രചരണ രംഗത്ത് സാധ്യമായ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചാണ് ഇടതു പ്രചരണം. ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉയർന്നു വന്ന എല്ലാ അഴിമതിയുടെയും ഒരറ്റം വന്നു നിൽക്കുന്ന ഈ കോന്നി നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ടാണ്. സോളാർ മുതൽ ഭൂമിദാനം വരെയുള്ള എല്ലാ അഴിമതിയുടെയും പിന്നിലോ മുന്നിലോ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഈ ജനപ്രതിനിധി എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതോടൊപ്പം തന്നെ VM സുധീരനും കോൺഗ്രസ് ഹൈക്കമാൻഡിനും വേണ്ടാത്തൊരു സ്ഥാനാർത്ഥിയെ കോന്നിയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ കോന്നിയിലെ ജനങ്ങൾ അവർ തോറ്റെടുത്ത് ഞങ്ങൾ ജയിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി, എൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. BJP മണ്ഡലത്തിൽ കാര്യമായ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നില്ല. അഴിമതി വിരുദ്ധ പരിസ്ഥിതി രാഷ്ട്രീയമുയർത്തി വെൽഫെയർ പാർട്ടിയും കോന്നിയിൽ സജീവമായി രംഗത്തുണ്ട്. മണ്ഡലത്തിൽ നിർണായക സാന്നിധ്യമാകാൻ കഴിയുമെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രതീക്ഷ. ജില്ലാ പ്രസിഡന്റ് കൂടിയായ ജോഷി ജോസഫാണ് വെൽഫെയർ പാർട്ടിക്കായി ജനവിധി തേടുന്നത്. ജോസഫും പുതുശ്ശേരിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ PJ കുര്യൻ കലാപക്കടി ഉയർത്തിയതാണ് തിരുവല്ല മണ്ഡലത്തെ വാർത്തകളിൽ നിറച്ചത്. തർക്കങ്ങളെയും വിവാദങ്ങളെയും അതിജീവിക്കാൻ പുതുശ്ശേരിക്കാകുമോ എന്നതും സമുദായ വോട്ടുകൾ എങ്ങനെയാകും വിഭജിക്കപ്പെടുക എന്നതുമാണ് തിരുവല്ല മണ്ഡലത്തെ സംബന്ധിച്ച് നിർണായകമാവുക. മാത്യു ടി തോമസിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് LDFന്റെ പ്രതീക്ഷ. NDAക്കായി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് മത്സരരംഗത്ത് ഉണ്ട് എന്നതുമാണ് മറ്റൊരു ശ്രദ്ധേയ ഘടകം. ജോസഫ് പുതുശ്ശേരിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ ഉപാധ്യക്ഷനുമായ PJ കുര്യൻ പരസ്യമായ എതിർപ്പുമായി രംഗത്തെത്തുകയും തിരുവല്ലയിലെ UDF ക്യാമ്പിൽ ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമാവുകയും ചെയ്തതാണ് സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ തിരുവല്ലയിലെ UDFനെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത്. ഒടുവിൽ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ ക്ലൈമാക്സ് പോലെ പുതുശ്ശേരി PJ കുര്യനോട് മുൻകാല വിമത പ്രവർത്തന വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും പ്രശ്നങ്ങൾ KM മാണിയുടെ സാന്നിധ്യത്തിൽ ഒത്തുതീരുകയുമായിരുന്നു. എങ്കിലും പ്രചരണ രംഗത്ത് UDF നേതൃത്വത്തിലെ ചിലർ പുലർത്തുന്ന നിസ്സംഗത പുതുശ്ശേരിക്ക് വെല്ലുവിളിയാകുന്നുമുണ്ട്. ഓർത്തഡോക്സ് വോട്ടുകൾ പുതുശ്ശേരിക്ക് അനുകൂലമായി N ബ്ലോക്കായി വീഴുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. അതേസമയം തർക്കങ്ങളുണ്ടെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്ന വാദമാണ് പുതുശ്ശേരി ഉന്നയിക്കുന്നത്. വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അവർ തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്ത് വിവാദം? ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് തിരുവല്ലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന സ്ഥാനാർത്ഥി ഉണ്ടോ? ഇല്ലാത്തതിനെക്കുറിച്ചാണ് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി ഇന്നലത്തെ നോമിനേഷൻ സമർപ്പണം കഴിഞ്ഞു. ഇനിയും അതിനെക്കുറിച്ച് എന്ത് എന്ന് ചോദിക്കുന്നതാണ് ഇതിനകത്തെ വിവാദം. നിങ്ങളുടെ സൃഷ്ടിയാണ്. ഇവിടെ യാതൊരു വിവാദവുമില്ല. മാത്യു ടി തോമസിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് LDFന്റെ പ്രതീക്ഷ. മാർത്തോമ വോട്ടുകളും പരമ്പരാഗത ഇടതു വോട്ടുകളും ഇത്തവണയും കൃത്യമായി LDFന്റെ പെട്ടിയിൽ തന്നെ വീഴുമെന്നാണ് വിലയിരുത്തൽ. LDF അധികാരത്തിലെത്തുകയും മാത്യു ടി തോമസ് വിജയിക്കുകയും ചെയ്താൽ തിരുവല്ലയ്ക്ക് മന്ത്രിയെ ലഭിക്കുമെന്ന പ്രചരണമാണ് LDF നടത്തുന്നത്. ഇതും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഘടകമാണ്. UDF പാളയത്തിലെ തീരാത്ത അസംതൃപ്തിയും സമുദായ സമവാക്യങ്ങളും അനുകൂലമാകുമെന്നാണ് മാത്യു ടി തോമസിന്റെയും പ്രതീക്ഷ. ഒപ്പം മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ വോട്ടാകുമെന്ന വിലയിരുത്തലുമുണ്ട്. ഒന്ന് ഗവൺമെന്റിനെതിരെയുള്ള ഒരു വലിയ വികാരം ഈ പ്രദേശത്തുണ്ട്. അഴിമതിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂൾ കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുക്കാതെ അടക്കം ഒരു നിഷ്ക്രിയത്വത്തിൻ്റെ നിസ്സംഗതയുടെ ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം എന്നുള്ള. കേരളത്തിലെ ഗവൺമെൻറ്റിലെ നിരവധി മന്ത്രിമാർക്കെതിരെ അഴിമതി ഉണ്ടായപ്പോഴും എല്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രി സംരക്ഷിച്ചു. പക്ഷെ സംരക്ഷിക്കാൻ കഴിയാതെ പോയൊരു മന്ത്രിയാണ് ശ്രീ KM മാണി. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. എല്ലാവരും ഉൾവലിഞ്ഞപ്പോൾ ആ മന്ത്രിയെ ന്യായീകരിക്കാൻ ചാനലിലെത്തിയ ആളാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. അത് തന്നെ കോഴയ്ക്ക് വോട്ട് ചെയ്യണമെന്നൊരു പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോഴയെ ന്യായീകരിക്കുന്ന മറ്റെല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ പോലും അതിനെ സാധൂകരിക്കുന്ന നടപടികൾ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നത് അഴിമതിക്ക് കൊടുക്കുന്ന വോട്ടായി മാറും എന്ന ചിന്ത ഇവിടെ വളരെ ശക്തമാണ്. NDAക്കായി VD ജയസിലെ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടാണ് തിരുവല്ലയിൽ ജനവിധി തേടുന്നത്. ഭട്ടതിരിപ്പാടിന്റെ സ്ഥാനാർത്ഥിത്വം മികച്ച മത്സരം പുറത്തെടുക്കാൻ അവസരമൊരുക്കുന്ന പ്രതീക്ഷയിലാണ് NDA. പ്രചരണ രംഗത്ത് സജീവ സാന്നിധ്യമാകാൻ ഇതിനകം NDAക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. കണക്കുകളിൽ UDF ആധിപത്യമുണ്ടെങ്കിലും തിരുവല്ലയിലെ പോരാട്ടം പ്രവചനാതീത തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. പ്രചരണ രംഗത്തിലെ ആദ്യഘട്ടത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ പുതുശ്ശേരി കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ പ്രചരണ രംഗത്ത് പിഴവുകൾ വരുത്താതിരിക്കാനുള്ള പരിശ്രമത്തിലാണ് LDF.
പതിറ്റാണ്ട് തുടർച്ചയായി രാജു അബ്രഹാമിലൂടെ CPM കൈവശം വച്ചിരിക്കുന്ന മണ്ഡലമാണ് റാന്നി. ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ ഉറച്ച രാജു അബ്രഹാമിന് തന്നെ പ്രത്യേകം ഇളവ് നൽകിയാണ് CPM നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം റാന്നി മുൻ MLA കൂടിയായ MC ചെറിയാന്റെ ഭാര്യ മറിയാമ്മ ചെറിയാനെയാണ് റാന്നി പിടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ BDJSന്റെ K പത്മകുമാറാണ് NDAക്കായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. BDJSന്റെ ശക്തമായ സാന്നിധ്യം കൂടിയുള്ളതുകൊണ്ട് ഇത്തവണ മത്സരം തീപാറുമെന്ന് ഉറപ്പാണ്. റാന്നിയെ 2 പതിറ്റാണ്ടായി ഇടതുപക്ഷത്ത് ഉറപ്പിച്ചു നിർത്തിയത് രാജു അബ്രഹാമിന് മണ്ഡലത്തിലുള്ള സ്വീകാര്യതയും സമുദായ വോട്ടുകൾ അനുകൂലമാക്കാനുള്ള കഴിവുമാണെന്നാണ് പൊതുവിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തവണയും അധികം ആലോചിക്കാതെ തന്നെ CPM രാജു അബ്രഹാമിനെ 5ാം തവണയും റാന്നി ഇടതുപക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രചരണ പരിപാടികൾ ഇവിടെ നടപ്പാക്കിയ സമഗ്ര വികസന പദ്ധതികൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്ന് 10 മണ്ഡലങ്ങളിൽ ഒന്നാണ് റാന്നിയെങ്കിൽ നമ്പർ 1 ആയി മാറാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഈ അടുത്ത അധികാരത്തിൽ വരുന്ന ഇടതുമുന്നണി ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത്തവണ സമുദായ പരിഗണനകളും മുൻ റാന്നി MLA MC ചെറിയാനോടുള്ള ജനങ്ങളുടെ സ്നേഹവായ്പകളും അനുകൂലമാക്കാനാവുന്നത് മുൻനിർത്തിയാണ് മറിയാമ്മ ചെറിയാനെ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി ദുർബലയാണെന്ന ആക്ഷേപമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത്. മുൻ കോൺഗ്രസുകാരൻ കൂടിയായ SNDP നേതാവ് K പത്മകുമാർ BDJS ബാനറിൽ NDAക്കായി രംഗത്തിറങ്ങിയത് മണ്ഡലത്തിൽ ഇടതിനനുകൂലമായിരുന്ന ഈഴവ് വോട്ടുകളെ ചോർത്തുമെന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെയാണ് ഇത്തവണ ഇടതു പ്രചാരണം. ഇടതു വോട്ടുകളിൽ വിള്ളൽ വീഴുകയും സമുദായ വോട്ടുകൾ അനുകൂലമാവുകയും ചെയ്താൽ ഇത്തവണ ജയം ഒപ്പം നിൽക്കുമെന്ന് UDF കണക്കുകൂട്ടുന്നു. തീർച്ചയായിട്ടും ഇപ്രാവശ്യം UDF ജയിക്കും. വിജയപ്രതീക്ഷ ചോദിച്ചാൽ റാന്നിയിലെ ജനങ്ങൾ മാറ്റത്തിന് വളരെയധികം ആഗ്രഹിക്കുന്നു. ഒരു മാറ്റം റാന്നിക്കുണ്ടാകണമെന്ന് കൊച്ചുകുട്ടികൾ തുടങ്ങി എല്ലാ പ്രായക്കാരും ആ ഒരു ചിന്താഗതിയിലാണ് ഇന്ന് റാന്നിയിലെ ജനങ്ങൾ. കഴിഞ്ഞ തവണ അടൂരിൽ 607 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിനാണ് പന്തളം സുധാകരനെ അട്ടിമറിച്ച CPIയിലെ കന്നിക്കാരനായ ചിറ്റയം ഗോപകുമാർ മണ്ഡലം പിടിച്ചത്. ഗ്രൂപ്പ് തർക്കങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ അടൂരിൽ UDFന്റെ പരാജയത്തിന് വഴിതെളിച്ചത്. ഇത്തവണയും കാര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. JSS വിട്ട് കോൺഗ്രസിലെത്തിയ KK ഷാജുവാണ് UDFന്റെ സ്ഥാനാർത്ഥി. യുവമോർച്ച നേതാവ് അഡ്വക്കേറ്റ് P സുധീറാണ് NDAക്കായി രംഗത്തിറങ്ങുന്നത്. അടൂരെ മത്സരം UDFും LDFും തമ്മിലുള്ള മത്സരം തന്നെയാണ്. ടൈറ്റായിട്ടുള്ള മത്സരമാണ്. UDF മണ്ഡലമെന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം ചിറ്റയം ജയിച്ചിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷങ്ങളോടെ പ്രവർത്തിച്ചു. കാര്യമായ ചില വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷത്തിനകം ജനങ്ങളെ ഒരുപാട് തന്നിലേക്ക് ആകർഷിക്കാനായിട്ട് ചിറ്റയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും തിരുവഞ്ചൂരിൻ്റെ ചുവട് പിടിച്ചാണ്. തിരുവഞ്ചൂരിൻ്റെ ആ ചെയ്തികളെ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്താണ്. അത് പ്രചരിപ്പിച്ചുകൊണ്ടാണ് KK ഷാജുവിൻ്റെ പ്രചരണം. ഇപ്പോൾ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഇടതും വലതും നല്ല ഗംഭീരമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു. 2 പതിറ്റാണ്ട് തിരുവഞ്ചൂർ നയിച്ചുകൊണ്ടിരുന്ന അടൂരിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ സജീവമായതാണ് ഇത്തവണയും UDF നേരിടുന്ന വെല്ലുവിളി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവി ഗ്രൂപ്പ് പോരിന് ആക്കം കൂട്ടുകയും ചെയ്തു. ഷാജുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയും ശക്തമായ പ്രതിഷേധങ്ങളാണ് അടൂരിലെ കോൺഗ്രസിൽ അരങ്ങേറിയത്. സീറ്റിനായി രംഗത്തുണ്ടായിരുന്ന പ്രാദേശിക നേതാക്കളെ അവഗണിച്ച ഷാജുവിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിലുള്ള അസംതൃപ്തി നേതാക്കൾ പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലെന്നതും മണ്ഡലത്തിൽ സുപരിചിതനാണെന്നതും ഷാജുവിന് അനുകൂല ഘടകമാണ്. സിറ്റിംഗ് MLA ചിറ്റയം ഗോപകുമാർ മണ്ഡലത്തിൽ കാര്യമായ എതിർപ്പുകൾ നേരിടുന്നുമില്ല. ചിറ്റയത്തിന്റെ മികച്ച പ്രതിച്ഛായയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളും എതിർപ്പാളയത്തിലെ പടയും അനുകൂലമാകുമെന്ന LDFും കണക്കുകൂട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാനായ മികച്ച വോട്ട് വിഹിതമാണ് BJPക്ക് ആവേശം നൽകുന്നത്. ഒപ്പത്തിനൊപ്പമുള്ള പ്രവചനാതീത പോരാട്ടമായിരിക്കും അടൂരിലേതെന്ന് ഉറപ്പാണ്. മത്സരരംഗം പൂർണ്ണമായും തെളിഞ്ഞതോടെ അപരന്മാരും വിമതരുമില്ലാത്ത ജില്ലയെന്ന പ്രത്യേകതയാണ് പത്തനംതിട്ടയ്ക്ക് കൈവന്നിരിക്കുന്നത്. UDFന് ഏറെ പ്രതീക്ഷയുള്ള ജില്ലയിൽ മുന്നണികൾ പ്രതീക്ഷ കൈവിടാതെ കടുത്ത പോരാട്ടത്തിൽ തന്നെയാണ്. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന അടൂരിലും തിരുവല്ലയിലും ആറന്മുളയിലേതും അടക്കമുള്ള ഫലങ്ങൾ സംസ്ഥാന രാഷ്ട്രീയം ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത്. ആറന്മുളയിൽ BJPക്കും ചെറുതല്ലാത്ത പ്രതീക്ഷകളുണ്ട്.